ഗൈസ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴേൻ്റെ അവിടെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ? പോയി കണ്ടുവരാം കേട്ടോ. പോകാത്തവരൊക്കെ പോയി നോക്കുക, അടിപൊളിയാക്കിയിട്ടുണ്ട്. സ്റ്റെയർ വെച്ചിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്ര നാൾ കൈവരി ഒന്നും വെച്ചിട്ടില്ലായിരുന്നേ. ഇപ്പം കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയില്ലേ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പിലൂടെ തുണിയൊക്കെ ഇടാം. പിന്നെ ഇങ്ങനെ പൊട്ടുവിട്ടോ ക്യാമറമാൻ ഇപ്പോഴും ബാക്കില്ല. അസിസ്റ്റന്റ് അതിന്റെ എല്ലാ തോന്നിയാസം ആ മരം ഇപ്പൊ തള്ളക്ക് വിളിച്ചിട്ടുണ്ടാവുണ്ടെങ്കിൽ ഓ ചളി വെള്ളം ഫുൾ ചളി വെള്ളം. പ്രകൃതി രമണീയമാണ്. ഞങ്ങളെല്ലാ പരിപാടികളും കഴിതാ പോകുന്നത്. കിട്ടിയോ നോക്കട്ടെ. രാത്രി വെളിച്ചൊന്നും കിട്ടൂലേ, നോക്കണം എല്ലാവരും. അപ്പം ഇനി വീട്ടിലേക്ക് ഓരോ പ്രാന്തികൾ. ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ടൂർ പോകാനൊന്നും പറ്റൂല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. വീട്ടിൽ ചെന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ കഴിയാ. സിപ്പപ്പ് വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ഗൈസ്. ഒന്നും കാണാൻ എനിക്ക് ചിക്കു മതിയേ. മാംഗോ എളുപ്പമൊക്കെ സന്ധ്യയാണ്. ചിക്കു വാങ്ങി ഇരുട്ടി തുടങ്ങി, ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു ഞങ്ങൾക്ക്. എന്താ പറയുക, അത്രയ്ക്ക് കയറ്റാണ്. എന്താ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഈ ഇടവഴിയിൽ കൂടെ ഒക്കെ റബ്ബർ തോട്ടമൊക്കെയാണ്. എല്ലാം അതാ പേടിച്ച് കയറണ്ട് ഉണ്ട്. വാങ്ക് വിളിക്കുന്നുണ്ട്, വാങ്ക് വിളിക്കുന്ന ടൈമാണ്. ഇവിടെ നന്നായിട്ട് കാട് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഇതുവഴിയായിരുന്നു പുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും അങ്ങനെ പോകാറില്ല. ഇവിടെ സൈഡ് ഫുള്ള് കാട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പേടിച്ചാണ് പോകുന്നത്. എന്തായാലും പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. സന്ധ്യ ആവുകയും ചെയ്ത് ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് പോകുന്നത്. 5:30 ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് പിന്നെ കുറച്ച് ഇരുട്ടുകയും ചെയ്ത് പിന്നെ ഞങ്ങളിതാ നിരന്നൊരു സ്ഥലത്തേക്ക് വന്ന് അപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചം കിട്ടി. ആ കാട്ടിക്കൂടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നന്നായിട്ട് ഇരുട്ടിയെന്ന്. വാങ്ങും വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്പീഡിൽ നടന്നതാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ബാക്കിലുണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ വേറൊരു ഇതായിട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാവരും ഒന്നിച്ച് ഇടാനുള്ള ഒരു ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് പകുതിയാക്കി ഇടുന്നത്. പോകുന്നതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇതാ ഇപ്പോൾ അവൾ സിപ്പൊക്കെ കുടിച്ച് ഇങ്ങനെ ആടിപ്പാടി പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു കേട്ടോ. അതിപ്പം ആരും ഉപയോഗിക്കത്തോണ്ട് ഇങ്ങനെ ഒരു പൊട്ടക്കിണറായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുവഴി പോയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ. അങ്ങോട്ട് പോയില്ല, അല്ല പാമ്പുണ്ടോയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെ റോഡിലെത്തി. ഞങ്ങൾ റോഡിലെത്തി ഗൈസ്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. കുറച്ച് ദൂരം നടക്കാൻ പറ്റി. പിന്നെ പുഴയിൽ കുറേ ആയി പോയിട്ട്. അപ്പം അടിപൊളി ഒരു എന്താ പറയുക ഒരു മൂവ്മെൻറ്റ് ഒക്കെ ആയിരുന്നു. അത് അമ്മായിൻ്റെ വീട് കേട്ടോ. ഒരമ്മായിൻ്റെ വീടാണ്. താഴോട്ടാണ് നമ്മളെ വീട്. പക്ഷെ ഇറങ്ങണം. നമ്മൾ വീട്ടിലെത്തി ഗൈസ്. വരുന്നല്ലാണോ ക്ഷീണിച്ചോ.
ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മായി ചായയും പരിപ്പുവടയും പഴംപൊരിയൊക്കെ കൊണ്ടുവച്ചു. അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും.